അയാം ഗെയിം ദുൽഖർ സൽമാന്റെ വരാനിരിക്കുന്ന ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമയാണ്. ഓണചിത്രമാണ്. 2026 ഓഗസ്റ്റ് 20-നാണ് റിലീസ് ചെയ്യുന്നത്. ക്ലാഷ് റിലീസാണ്. സംഭവം ഹൈപ്പ് കേറി കേറി എങ്ങോട്ട് ഇത് ട്രെയിലർ ബിഫോർ ആണ് ഞാൻ പറയുന്നത്. അതുവരെ അയാം ഗെയിമിന്റെ ഹൈപ്പ് ഇജാതിയായിരുന്നു. ബട്ട് ഇന്നലെ ഒരു ട്രെയിലർ അവർ റിലീസ് ചെയ്തു. അതിനുശേഷം വന്നത് നെഗറ്റീവ് റിവ്യൂസ് ആണ്, മിക്സഡ് റിവ്യൂസ് ആണ്, സം കൈൻഡ് ഓഫ് പോസിറ്റീവ് റിവ്യൂസ് ഫ്രം ഫാൻസ് ഓൺലി. ന്യൂട്രൽസിൽ നിന്നൊന്നും അധികമൊന്നും അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ട്രെയിലർ എത്തി നിൽക്കുന്നത്. നഹാസ് ഹിദായത്ത് നിങ്ങൾക്ക് അറിയാം. ഷൈൻ നിഗം, നീരജ് മാധവ്, ആന്റണി വർഗീസ്, പെപ്പെ നായകന്മാരായ RDX എന്ന സിനിമ. RDX നല്ലൊരു ഹിറ്റ് കിട്ടിയ ഒരു സിനിമയാണ്, കളക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ്. അതിന്റെ സംവിധായകനാണ് നഹാസ് ഹിദായത്ത്. പുള്ളി തന്നെയാണ് അയാം ഗെയിമും ചെയ്യുന്നത്. സി, അയാം ഗെയിം ആ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് പടത്തിലുള്ളതെന്ന്. ഇതിലൊരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കാത്ത തരം ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ഇല്ല എന്ന് തന്നെയാണ്. സി, ഇതിൽ പ്രഡിക്റ്റബിൾ ആയിട്ട് പറയുന്ന ഒരു സ്റ്റോറി തന്നെയാണ് ഉള്ളത്. ബട്ട് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ ട്രെയിലറിൽ ഇപ്പൊ കാണിച്ചതുപോലെ ഒന്നും അങ്ങ് എടുത്തു പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും കോർ ഐഡിയ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ഒരു വലിയൊരു സ്പോർട്സ് ഇവന്റ് നടക്കുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ നടക്കുന്നു, അതുമായിട്ട് ദുൽഖർ സഞ്ചരിക്കുന്നു. ഇത് തന്നെ ആയിരിക്കും പടം. ഇതിൽ പ്രത്യേകിച്ച് വേറൊരു സിറ്റുവേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിയേറ്ററിൽ കണ്ടു തന്നെ അറിയണം. സി, നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ ദുൽഖർ ഒരു ഗാംബ്ലിംഗ് മാൻ ആണ്, ഒരു പ്രീമിയം മാൻ ആണ്, ഫുൾ സെറ്റപ്പ് ആണ്. അതായത് കാറ്, പെണ്ണ് വേണമെങ്കിലും പറയാം. പിന്നെ ചിലപ്പോൾ ദുൽഖറിന് അത് ഇൻട്രസ്റ്റഡ് അല്ലായിരിക്കാം സിനിമയുടെ കോർ ഐഡിയ വെച്ച്. പിന്നെ അത് വലിയ പരിപാടി, എലൈറ്റ് പരിപാടിയാണ്, ഗാംബ്ലിംഗ് ആണ് മെയിൻ റവന്യൂ. അപ്പോൾ പുള്ളിക്ക് ഈ ഗാംബ്ലിംഗിൽ പുള്ളിയെ തോൽപ്പിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം വരികയാണ്. പുള്ളി തന്നെയാണ് എല്ലായിടത്തും ജയിക്കുന്നത്, ദുൽഖർ തന്നെയാണ് എല്ലായിടത്തും ജയിക്കുന്നത്. ദുൽഖർക്ക് ഒരു ലക്കി ഹാൻഡ് ആയിട്ട് ദുൽഖർ കാണുന്നത് റൈറ്റ് ഹാൻഡിനെയാണ്. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് വെച്ചാണ് ദുൽഖർ ഈ ഗാംബ്ലിംഗ്, ബെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആരും തോൽപ്പിക്കാത്ത പക്ഷം വളർന്ന് പന്തലിക്കുകയാണ് ദുൽഖർ എന്ന ഗാംബ്ലിംഗ് മാൻ. അങ്ങനെ ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷനിലാണ് ഇത്രയും വലിയൊരു സ്പോർട്സ് ഇവന്റ് നടക്കുന്നത്, ക്രിക്കറ്റ് നടക്കുന്നത്. അതാണ് നമ്മൾ ട്രെയിലറിൽ കണ്ടത്. ഈ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നേരത്തെ ഇതിന്റെ ഒരു സിനിമാറ്റോഗ്രാഫി പറഞ്ഞിട്ടുള്ള പോലെ, ജിംഷി ഖാലിദ് പറഞ്ഞുള്ളത് പോലെ ഇതൊരു സ്പോർട്സ് ബേസ്ഡ് പടമാണ്. അതായിരിക്കും, ക്രിക്കറ്റ് ആണ് വരുന്നത്, അതായിരിക്കും ഉള്ളത്. നമ്മളിപ്പോ ട്രെയിലറിലും കണ്ടതാണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഈവന്റ്, സ്പോർട്സ് ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുകയാണ്. ഈ ടൂർണമെന്റ് നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ബെറ്റ് ചെയ്യാൻ വേണ്ടി, ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത് മൾട്ടി മില്യണേഴ്സ് ആണ്, പൊളിറ്റിക്കൽ പേഴ്സൺസ് ആണ്, ഹൈ പ്രൊഫൈൽഡ് എലൈറ്റ് പേഴ്സണാലിറ്റീസ്, സെലിബ്രിറ്റീസ് ഒക്കെയാണ്. അപ്പൊ ഇവരൊക്കെ ഈ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന് വേണ്ടിയിട്ട് ബെറ്റ് ചെയ്യുകയാണ്. ഇന്ന കളിക്കാർ ഇത് ചെയ്യും. നമ്മൾ ഈ IPL നമ്മൾ ഇതുപോലത്തെ ട്രോളും സർക്കാസൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈവൻ ബാൻ കോഴ ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ടീമുകളൊക്കെ ബാൻ ആയിട്ടുമുണ്ട്. അതുമാത്രം ഒരുപാട് ഇഷ്യൂസുകൾ ഇപ്പം ഫിഫ ലോകകപ്പിൽ, വേൾഡ് കപ്പിലും അങ്ങനെ ഇഷ്യൂസുകൾ നടക്കുന്നുണ്ടെന്നുള്ള ഒരു സംസാരങ്ങൾ വരെ, അലിഗേഷൻസ് വരെ, എഗെയിൻസ്റ്റ് വരെ എല്ലാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, വേൾഡ് കപ്പ് ഫുട്ബോളിൽ എന്തൊക്കെയാണ് നടന്നതെന്ന്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നതാണ് പെപ്പെ. അതായത് നമ്മൾ ഈ ട്രെയിലറിൽ പെപ്പയെ കണ്ടിട്ടില്ലെങ്കിലും ട്രെയിലറിൽ പെപ്പെ ഉണ്ട്. പെപ്പയെ അവർ മിനിമൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ ഈ സീനിൽ ഇപ്പോൾ പെപ്പെ ഉണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും. ഈ പെപ്പെ എന്ന് പറയുന്നതാണ് എന്താ പറയുക, ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഒരു പ്ലെയർ ആയിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ഈ പെപ്പയ്ക്ക് വേണ്ടിയിട്ട് പലരും, അതായത് ഒരു ഏറ്റവും മികച്ച കളിയിലെ ഒരു കളിക്കാരൻ ജയിക്കുന്നതിനെയും കാട്ടും തോൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്നത്. അപ്പൊ അതനുസരിച്ച് പെപ്പയെ ഇവർ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പെപ്പയോട് തോൽക്കാൻ വേണ്ടി പറയാണ്, ബെറ്റ് ചെയ്യും, പെപ്പയെ തോറ്റു കൊടുക്കണം. കാരണം മൾട്ടി മില്യണേഴ്സ് ഒക്കെ ബെറ്റ് ചെയ്യുന്നുണ്ട് പെപ്പെ ജയിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ കാരണം ഭയങ്കര വിശ്വാസത്തിലാണ് പെപ്പേന്റെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ പെപ്പെ ഏറ്റവും വലിയൊരു പ്ലെയർ ആണ്. അപ്പൊ പെപ്പെ തോറ്റു കൊടുത്താൽ ഇത്രയും വലിയ റവന്യൂ ഒരാൾക്ക് കിട്ടും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പെപ്പെ പക്ഷെ ഇതിനൊന്നും അടങ്ങുന്നില്ല. പെപ്പെ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. പെപ്പെ അവൻ്റെതായ കളി കളിക്കുകയാണ്, അടിച്ച് പിന്നം പാറി ക്രിക്കറ്റ് കളി ജയിക്കുകയാണ്. അപ്പോ പെപ്പെ തോൽക്കുമെന്ന് പറഞ്ഞ അത്രയും എമൗണ്ട്, അതായത് അത്രയും റവന്യൂ ജനറേറ്റ് ആവേണ്ട ഒരു സിറ്റുവേഷനിൽ പെപ്പെ ഒന്നിനും സമ്മതിക്കാതെ പെപ്പെ ജയിക്കുകയാണ്. പെപ്പെ ജയിക്കുമ്പോൾ പെപ്പെ തോൽക്കുമെന്ന് ബെറ്റ് വെച്ചവർക്കെല്ലാം, കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് എപ്പോഴും ഒരു കാര്യം നടക്കൂലല്ലോ, എല്ലാവരും ഒരു ലെക്കാണ്, ഗാംബ്ലിംഗ് എന്ന് വെച്ചാൽ ഒരു ലെക്കാണ്. ഈ കളി എന്തായാലും പെപ്പെ ഫോം ആവൂല എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്നതാണ്.
അപ്പോൾ ഇവരിങ്ങനെ ഗാംബ്ലിങ് ചെയ്യുകയാണ്. ഓക്കെ ഇങ്ങനെ ചെയ്യാം. ബട്ട് പെപ്പെ ആ കളി ജയിക്കുകയാണ്, ആ കളി നല്ല ഫോമിലൊക്കെയാണ്. അപ്പോൾ പെപ്പെ തോൽക്കുമെന്ന് പറഞ്ഞ എല്ലാവരും ഈ ഇത്രയും പേര് വെച്ച ഈ ഗാംബ്ലിംഗ് പരിപാടി തോൽക്കുകയാണ്. ബട്ട് പെപ്പെ ജയിക്കുമെന്ന് പറഞ്ഞ ആ റൈറ്റ് ഹാൻഡറാണ് ദുൽഖർ സൽമാൻ. ഇത്രയും കാശ്, അത്രയും റവന്യൂ ജനറേറ്റ് ചെയ്ത് അത്രയും ഗാംബ്ലിങ്ങിന് കിട്ടിയ പൈസ മുഴുവൻ ദുൽഖറിന് കിട്ടിയാണ്. ഈ ദുൽഖർ കിട്ടിയതിന് ശേഷം ദുൽഖർ അപ്പൊ തന്നെ ഒന്നും കൂടെ ദുൽഖർ വളരുകയാണ്, വൻ ജനറേറ്റ് ചെയ്യുകയാണ് കാര്യങ്ങളൊക്കെ. വലിയൊരു നിങ്ങൾ ഈ ട്രെയിലറിൽ കണ്ടുപോലെ വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റും പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ കറക്റ്റ് ഈ ഡയലോഗുകൾ വരെ ഉണ്ട്. പിന്നെ അതുപോലത്തെ സെയിം പരിപാടി തന്നെയാണ്, ഒരു സ്റ്റോക്ക് മാർക്കറ്റിംഗ് ആണ്, ഇത് ഗാംബ്ലിംഗ് പരിപാടി. അതുപോലത്തെ നിങ്ങൾ എന്താണ് എന്നെ നോക്കുന്നത്, എല്ലാം നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്നത്, ആ ഒരു സെയിം ഡിക്കാപ്രിയോ എന്തൊക്കെയാണ് കാണിച്ചത് ഇതൊക്കെ തന്നെയാണ്. അതുപോലത്തെ ഒരു വലിയ ഓഫീസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു ക്യാബിൻ, പിന്നെ അവിടെ ജോലി ചെയ്യാനായിട്ട് ഒരുപാട് എംപ്ലോയീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഡാൻ ജോൺ എന്നൊരു കഥാപാത്രത്തിൽ ദുൽഖർ വരികയാണ്, പ്രീമിയം കഥാപാത്രം. അപ്പോൾ ഈ സിറ്റുവേഷന് ശേഷം മിഷ്കിന്റെ എൻട്രിയാണ്. വില്ലൻ വരികയാണ്. വില്ലൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വില്ലൻ സ്വാഭാവികമായിട്ടും ഈ പെപ്പെ തോൽക്കുമെന്നുള്ളതിൽ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ദേഷ്യത്തിൽ വില്ലന്മാർക്ക് പിന്നെ എന്തു ആവാമല്ലോ, ഈ ദേഷ്യത്തില് വില്ലൻ പെപ്പയെ കൊല്ലുകയാണ്. മിഷ്കിൻ പെപ്പയെ കൊല്ലുകയാണ് പടത്തിൽ. ഇത് എന്നടാ ഒരടിയിലെ മൈൻ കിട്ടിയടാ, നിങ്ങൾ ട്രെയിലറിലേക്കുള്ള ക്ലൈമാക്സിലെ മിഷ്കിൻ പറയുന്ന കാണാം. അപ്പോൾ പെപ്പയെ കൊല്ലുകയാണ്. ഇതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ദുൽഖറിന് ആക്സിഡന്റ് ആവുകയാണ്. നിങ്ങൾക്കറിയാം ആക്സിഡന്റ് ആവുകയാണെന്നല്ല, ആക്കുകയാണ് വില്ലന്മാർ. കാരണം ഇത്രയും ജനറേറ്റ് ചെയ്ത് അവൻ വളർന്നു പോവുകയാണ്. അപ്പൊ ഇനി അവനെ തോപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവര് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ആക്സിഡന്റ് ആയതിനു ശേഷം ദുൽഖറിന് വലത് കൈ നഷ്ടപ്പെടുകയാണ്, ലക്കി ഹാൻഡ് നഷ്ടപ്പെടുകയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് പെപ്പയെ കൊല്ലുന്നത് മിഷ്കിനല്ല, നമ്മൾ അത് ലിറ്ററലി കാണും. പെപ്പയെ കൊല്ലുന്നത് ദുൽഖറാണ്. അപ്പൊ ദുൽഖർ കാരണം ഇത്രയും വലിയൊരു പ്ലെയർ ആണ്. അപ്പൊ ഈ പ്ലെയർ പ്ലെയർ എന്തായാലും ജയിക്കുമെന്ന് അവർക്കറിയാം. എന്തായാലും ഈ കളിക്ക് ശേഷം വില്ലന്മാര് പെപ്പയെ കൊല്ലുമെന്ന് ദുൽഖറിന് അറിയാം. അപ്പോ ദുൽഖർ തന്നെയായിട്ടാണ് പെപ്പയെ കടത്തി കൊന്നതിന് ശേഷം ദുൽഖർ ഒരു ഇത്രയും പണമുള്ള ആൾക്ക് ഒരു ബോഡിയൊക്കെ ഒളിപ്പിച്ച് വെക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. അവസാനം ആക്സിഡന്റ് ആയതിനു ശേഷം ഈ പെപ്പെ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്. അപ്പൊ അത്രയ്ക്കും കാലിബർ ഉള്ള ഒരു പ്ലെയറിന്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് അത്രയ്ക്കും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഭാഗ്യമുള്ള ഒരു കൈയായിരിക്കും. അപ്പൊ ഈ ആക്സിഡന്റിൽ ദുൽഖറിന് വലത് കൈ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ദുൽഖർ ഈ പെപ്പയുടെ വലത് കൈ ഫിറ്റ് ചെയ്യുകയാണ്. ദുൽഖർ വിചാരിക്കും അത് അത്രയും വലിയൊരു റൺസ് ഒക്കെ നേടിയ, എനിക്ക് കാശൊക്കെ തന്ന ഭാഗ്യമുള്ള കൈയാണ്, എനിക്കും അത് ഭാഗ്യമായിരിക്കും. ബട്ട് അതിനുശേഷം ദുൽഖർ ചെയ്യുന്ന ബെറ്റുകളെല്ലാം ദുൽഖർ തോൽക്കുന്നു, അപ്പാടെ പൊറുതിമുട്ടുന്നു, എല്ലാം ചന്നം ഭിന്നാവുന്നു. ദുൽഖറിന് ഒരുപാട് ഇടികൾ കിട്ടുന്നു, കടാവുന്നു, വീട് വിൽക്കുന്നു, കാർ വിൽക്കുന്നു, കൂടെ ഉള്ളവരെല്ലാം ഇട്ടിട്ട് പോകുന്നു, പാർട്ടി പബ് ക്ലബ്ബ് എല്ലാം പോകുന്നു. മൊത്തത്തിൽ പിച്ച ചട്ടിയാവുകയാണ് ദുൽഖർ. അറ്റ് ദ സെയിം ടൈമിൽ ദുൽഖർ വീണ്ടും ഒരു ഭാഗ്യത്തിന് ഒരുങ്ങുകയാണ്. ഖദർ ഇതിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആള്, ഖദറെ വെച്ച് ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് കടക്കുമ്പോഴേക്കും ആ ഒരു സിറ്റുവേഷനിൽ ഒരു സെമി ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇതിന്റെ ഇടയിൽ മിഷ്കിനുമായിട്ടുള്ള കുറച്ച് തല്ലിപ്പൊളികളും കുറച്ച് ദേഷ്യങ്ങളും എന്താണ് കാര്യങ്ങളും അതിന്റെ ഒരു മാസം പരിപാടികളും സ്റ്റൈലിഷ് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. മിഷ്കിൻ പറഞ്ഞിട്ടുണ്ട് മിഷ്കിൻ ഒരു കിടിലം വില്ലൻ വേഷം തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. എന്നാൽ അവസാനം നടക്കുന്നത് എല്ലാ പടത്തിലും ഉള്ള വില്ലനെ നായകൻ കൊല്ലും, അതിൽ ഏറെ സംശയമൊന്നുമില്ല. ബട്ട് ഖദറുമായിട്ടുള്ള ആ ഒരു സീൻ, ഖദറുമായിട്ട് വീണ്ടും ബെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വില്ലനെ കൊന്ന് സാറ്റിസ്ഫാക്ഷൻ ആവുമോ ദുൽഖർ എന്നുള്ളത് സിനിമ കണ്ടു തന്നെയാണ്. ബട്ട് ട്രെയിലറിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പണം നല്ല രീതിക്ക് വാരി എറിഞ്ഞിട്ടുണ്ട്, സ്റ്റൈലിഷ് മേക്കിംഗ് ആണ്, റിച്ച് വിഷ്വൽസ് ഒക്കെയാണ്. പരിപാടിയൊക്കെ നമ്മൾ ഈ മലയാള സിനിമയിൽ കാണാത്തൊരു സാധനം തന്നെയാണ്, സ്റ്റൈലിഷ് പരിപാടിയാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ ഇത് മലയാള പടം തന്നെയാണോ അവിടെ, ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ. കാരണം പിടച്ച് വിട്ടിരിക്കുന്നതൊക്കെ അതാണ്, ആ ഒരു ജിംഷി കാലത്ത് സിനിമാറ്റോഗ്രഫിയൊക്കെ എല്ലാം എഫേർട്സ് ഒക്കെ ഇട്ട് എല്ലാവരും പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ട്. ബട്ട് ആകെ മൊത്തം ഒരു ജഗ പോകുക. ചില സമയത്ത് ട്രെയിലർ ഡൗൺ ആവുന്നു, ചില സമയത്ത് ഹൈ ആവുന്നു. മെജോറിറ്റി സമയം ട്രെയിലർ ഡൗൺ ആവുകയാണ്. കാരണം ആ സീൻ വൈസ് ദുൽഖർ ദേഷ്യപ്പെടുന്ന ആക്ഷൻ ഒന്നും നന്നായിട്ടൊന്നും ഇല്ല. പേഴ്സണലി ഓണസ്റ്റ്ലി ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്തേക്ക്. ആൻഡ് മേ ബി ഇങ്ങനെ തന്നെ ആയിരിക്കും പടം വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതൽ. ഈ ഒരു ഗാംബ്ലിംഗ് പരിപാടി, ഇതിൽ ഗാംബ്ലിംഗിൽ രക്ഷപ്പെട്ട് ജയിച്ച് വലിയൊരു ഉന്നതിയിലേക്ക് നിൽക്കുന്ന സമയത്ത് ഒരു ഗാംബ്ലിംഗിൽ തെറ്റുപറ്റുന്നു, ഉള്ളതെല്ലാം അപ്പാടെ താഴോട്ട് പോകുന്നു ദുൽഖറിന്. അതിനുശേഷം ദുൽഖർ എങ്ങനെ ഓവർകം ചെയ്യുന്നു, ആ ഒരു പോർട്ടിൽ നിന്ന് ദുൽഖർ എങ്ങനെ വീണ്ടും റിച്ച് ആവുന്നു, ആ ഒരു ഗാംബ്ലിംഗ് പരിപാടി ദുൽഖർ വിടുന്നോ അതോ വീണ്ടും അതിൽ നിന്ന് പിടിച്ചു കയറുമോ എന്നുള്ളത്
കണ്ടു തന്നെ കാണണം. എന്തായാലും ദുൽഖറിന് ഒരു വെറൈറ്റി വേഷമായിരിക്കും ഇതിൽ വരുന്നത്. കുറച്ച് അഡൾട്ട് സീനുകളൊക്കെ വരുത്താൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഇത്. ബട്ട് സിനിമയുടെ ഒരു കേന്ദ്രം അനുസരിച്ച് അത് ചിലപ്പോൾ വേണമെങ്കിൽ വരുത്താം, വരുത്താതെ ഇരിക്കാം. അത് സംവിധായകനുള്ള ഇഷ്ടമാണ്. അങ്ങനെ വരുത്തണമെന്ന് നിർബന്ധവും ഇല്ല. ഞാനൊരു പൊതുവേ ഉള്ള ഒരു കോമൺ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും സിനിമ വരും? നല്ലതായിരിക്കുമോ, അല്ലെങ്കിൽ സിനിമയിലായിട്ട് ദുൽഖറിന്റെ കഥാപാത്രങ്ങൾ മോശമായിട്ട് പോകാൻ സാധ്യതകളുണ്ടോ, ബെറ്റ് പടം തന്നെയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്തേക്ക്. ഞാൻ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമന്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഹൈപ്പ് ചെയ്തേക്ക്. ബൈ ഗൈസ്. നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന പോലെ ഇനിയും ഉണ്ടാകുക, സപ്പോർട്ട് ഉണ്ടാകുക, ലൈക്ക് എല്ലാം തന്നെ എല്ലാ സപ്പോർട്ടും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുക. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു, സ്റ്റേ സേഫ്.